എല്ലാവർക്കും നമസ്കാരം. ഞാൻ ടി വി പോളി, ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ഓഫ് കേരള ജനറൽ സെക്രട്ടറി. അതുപോലെ തന്നെ എൻ്റെ ഇടതുവശത്തിരിക്കുന്നത് ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ഓഫ് കേരള പ്രസിഡന്റ് ശ്രീ ബാബു ചെറിയാൻ. എൻ്റെ വലത്ത് സൈഡിലിരിക്കുന്നത് എ പി ജോഷി, തൃശ്ശൂർ ജില്ലാ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ്റെ പ്രസിഡന്റ്. അതിൻ്റെ പുറത്തിരിക്കുന്നത് നമ്മുടെ മേൽവിൽ ഇപ്പോൾ തൃശ്ശൂർ ജില്ലയുടെ സെക്രട്ടറിയും അതുപോലെ തന്നെ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ ഓഫ് കേരളയുടെ ട്രഷറർ. ഇതിവിടെ ഇരിക്കുന്നത് ജയരാജ്. ജയരാജ് നമ്മുടെ ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ തൃശ്ശൂരിന്റെ ട്രഷറാണ്. അതുപോലെ തന്നെ രജിസ്റ്റർ കൂടിയാണ്. നാളെ ഇന്നും നാളെയായിട്ടാണ് നമ്മുടെ മിസ്റ്റർ കേരള മിസ് കേരള ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പ് നടത്തപ്പെടുന്നത്. ഇന്ന് വൈകിട്ട് ഈവനിങ്ങിൽ 2 മണി മുതൽ 5 മണി വരെയാണ് അതിന്റെ ഒഫീഷ്യൽ വെയിങ് നടക്കുന്നത്. നാളെ 11 മണിയോടുകൂടി മത്സരം ആരംഭിക്കും. 14 ജില്ലകളിൽ നിന്ന് നമ്മൾ 300 കുട്ടികളോളം പ്രതീക്ഷിക്കുന്നുണ്ട്. അതിൽ ദേശീയ കായിക താരങ്ങളുണ്ട്, അന്തർദേശീയ കായിക താരങ്ങളുണ്ട്. പിന്നെ ഇത് പ്രത്യേകത, ഇതിന്റെ ഒഫീഷ്യൽ എന്ന് പറയുന്നത് ഇന്റർനാഷണലും അതുപോലെ തന്നെ ഏഷ്യൻ ചാമ്പ്യന്മാരും അതുപോലെ തന്നെ 30-35 കൊല്ലം എക്സ്പീരിയൻസും നാഷണൽ ജഡ്ജസ് ആണ് ഇതിന്റെ ഒഫീഷ്യലായിട്ട് ഒഫീഷ്യേറ്റ് ചെയ്യുന്നത്. ഇതില് ബോഡി ബിൽഡിംഗ് 10 കാറ്റഗറി, 55 മുതൽ +100 വരെ. 55 കിലോ ബിലോ 55 എന്ന് പറയുന്നത്. 55 കിലോ വരെയുള്ളത് വരെ 55 കിലോ, പിന്നെ 5 കിലോ 5 കിലോ, പിന്നെ ഏറ്റവും അവസാനം എബവ് 90 to 100, അത് ഒറ്റ ക്ലാസ്സാണ്. പിന്നത്തെ ക്ലാസ് 100 എബവ്, അത് ഒറ്റ ക്ലാസ്. അതൊരു 100 കിലോ 200 കിലോ ആയാലും ഒരേ ക്ലാസ്. പിന്നെ മെൻ സ്പോർട്സ് ഫിസിക് ഒരു 3 കാറ്റഗറി ഉണ്ട്. അതുപോലെ തന്നെ വുമൺ ബോഡി ബിൽഡിംഗ് ഉണ്ട്, വുമൺ അത്ലറ്റിക് ഫിസിക് ഉണ്ട്, അതുപോലെ തന്നെ മെൻ അത്ലറ്റിക് ഫിസിക് ഉണ്ട്. അങ്ങനെ കുറെ കാറ്റഗറികളുണ്ട്. വനിതകള് ഒരു ജില്ലയിൽ 4 പേര് 5 പേര് വെച്ച് വരാറുണ്ട്. അത്രയാണ് നമുക്ക് എൻട്രി തന്നിരിക്കുന്നത്. ഒരു ജില്ലയിൽ നിന്ന് 4-5 പേരാണ് നമുക്ക് എൻട്രി തന്നിട്ട് നമ്മള് അസോസിയേഷൻ സർക്കിളിൽ നമ്മൾ കൊടുക്കും. ഓരോ ജില്ലകളിൽ നിന്ന് എത്ര പാർട്ടിസിപ്പേറ്റ്സ് ഉണ്ടെന്ന്. അതിന്റെ ചോദിക്കുന്നുണ്ടെങ്കിൽ ഈ വരുന്ന കുട്ടികൾക്ക് പാർട്ടിസിപ്പേഷൻ സർട്ടിഫിക്കറ്റ് കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് അതിന്റെ എൻട്രി. ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ട്. ടൈറ്റിൽ വിന്നേഴ്സിന് ക്യാഷ് പ്രൈസ് കൊടുക്കുന്നുണ്ട്. സബ് ജൂനിയർ, ജൂനിയർ, സീനിയർ ഭാഗത്തിന് ക്യാഷ് പ്രൈസ് ടൈറ്റിൽ കൊടുക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ ഓരോ ജില്ലയിൽ നിന്നും ഒരു ഫസ്റ്റും സെക്കൻഡും വരുന്നവരെ, തേർഡ് വരുന്നവരെ വരെ നമ്മൾ എടുക്കാറുണ്ട്. കാരണം എന്ന് വെച്ചാൽ അങ്ങനെയുള്ളവരെ എടുത്തെങ്കിൽ മാത്രമേ നമ്മൾ നാഷണലിലേക്ക് കൊണ്ടുപോകാനുള്ള ടീമുകളെ കിട്ടത്തുള്ളൂ. ഒരു കഴിഞ്ഞ കൊല്ലത്തെ വെച്ച് നോക്കിയാൽ അതിനേക്കാൾ കൂടുതൽ കായിക താരങ്ങൾ ബോഡി ബിൽഡിംഗ് രംഗത്തേക്ക് വന്നിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ പ്രാവശ്യം നമുക്ക് കേരള സ്റ്റേറ്റ് ബോഡി ബിൽഡിംഗ് അസോസിയേഷൻ സംഘടന അംഗീകാരമുള്ളതാണെങ്കിൽ പോലും ഇത് ഒളിമ്പിക് അസോസിയേഷൻ അംഗീകാരത്തോടെ നമുക്ക് ഈ പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊരു നേട്ടം ബോഡി ബിൽഡിംഗ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാ പ്രാവശ്യത്തിനേക്കുള്ള ജിംനേഷ്യങ്ങൾ കേരളത്തിലും ജില്ലയിലും വളർന്നിട്ടുണ്ട്. നല്ല നല്ല കായിക താരങ്ങളെ വാർത്തെടുക്കാൻ നമുക്ക് ഈ പ്രാവശ്യം സാധിക്കും. കാരണം മത്സരം നല്ല മനോഹരമായ വാശിയേറിയ നല്ല മത്സരത്തിനാണ്. എല്ലാ പ്രാവശ്യവും വരുന്നതിനൊക്കെ കൂടുതൽ മാതാപിതാക്കന്മാർ കുട്ടികളെ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് നല്ല നല്ല നേട്ടങ്ങൾ ഇപ്രാവശ്യം നമുക്ക് ബോഡി ബിൽഡിംഗ് ചെയ്യാൻ സാധിക്കുമെന്നാണ് നമ്മുടെ പ്രതീക്ഷകൾ. ഈ താരങ്ങൾക്ക് അത് അതിനകത്ത് പറയുകയാണെങ്കിൽ പ്രോട്ടീൻ പൗഡർ ജിമ്മിന്റെ ഓണേഴ്സോ ജിമ്മോ അല്ല കൊടുക്കുന്നത്. പ്രോട്ടീൻ പൗഡർ എന്ന് പറയുന്നത് പ്രോട്ടീൻ മനുഷ്യ ശരീരത്തിന് വേണ്ടുന്ന പോഷകാംശമാണ്. പക്ഷെ അത് മേടിക്കുന്ന അവരവർക്ക് തന്നെ ഇത് ഷോപ്പിൽ പുറത്ത് കിട്ടുന്നുണ്ട്. എല്ലാ ജില്ല 8-10 ഷോപ്പുകളുണ്ട്. നമ്മൾ ആരവർക്ക് ഒരു അഡ്വാൻസ് പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. ഇന്ന് നെറ്റിൽ കൂടെ എല്ലാ കാര്യവും കാണാനും കേൾക്കാനും മനസ്സിലാക്കാനും ഇവർക്ക് സാധിക്കുന്നുണ്ട്. ആ ഒരു ജിമ്മിന്റെ ഓണേഴ്സിനും ഈ പ്രോട്ടീൻ ഷോപ്പ് വഴി ബന്ധപ്പെടാൻ സാധിക്കും. കാരണം വെച്ചാൽ അത് പോയാൽ അതിന്റെ പുറകെ പോകാൻ ഈ ജിമ്മിന് ഓണേഴ്സിനോ ഇൻസ്ട്രക്ടറോ സമയം കിട്ടത്തില്ല. ഇതെല്ലാ ഷോപ്പിലും മെഡിക്കൽ സ്റ്റോർ വരെ കിട്ടും. എല്ലാ ഷോപ്പുകളും ഉണ്ട്. അപ്പൊ അവർ തന്നെ മേടിക്കുന്നു, അവർ തന്നെ കഴിക്കുന്നു. അത് കഴിക്കില്ലെന്ന് നമുക്ക് പറയാൻ പറ്റുമെന്ന് അങ്ങനെ ചോദിച്ചാൽ ഇപ്പോൾ ഒരുപ്പെട്ട ഏത് പരസ്യം നോക്കിയാലും ഷോപ്പ് പ്രോട്ടീന്റെ പരസ്യമുണ്ട്. അത് കമ്പനിക്കാർ കൊടുക്കുന്നത്, നമ്മൾ കൊടുക്കുന്നതല്ല. ഈ നിങ്ങളുടെ ജിമ്മിൽ ഇത്തരം ആരോഗ്യമുള്ള സംവിധാനം ചെയ്യുമ്പോൾ തന്നെ യങ്സ്റ്റ് ആയിട്ടുള്ള കുറെ
ട്രെയിനീസ് ഒക്കെ പലയിടത്തും കുഴഞ്ഞു വീണ് മരിക്കുകയും ഒറ്റപ്പെട്ട അല്ല അതങ്ങനെ കൂടുതൽ അതും പറയാം. ഈ കുഴഞ്ഞു വീഴുക മരിക്കുക എന്നത് പ്രോട്ടീനും എക്സസൈസുമായിട്ടുള്ളതല്ല. മനുഷ്യ ശരീരത്തിനുള്ള പ്രോബ്ലംസ് എന്തൊക്കെ ഉണ്ടെന്നുള്ളവരും ആദ്യമായി ചില നല്ല ജിമ്മുകൾ വരുമ്പോൾ അവർ നല്ലൊരു ബോഡി ബിൽഡർ ആകാൻ ആഗ്രഹിക്കുന്നത് അവർ ഫസ്റ്റിൽ പറയുന്നത് നിങ്ങൾ ഡോക്ടർ ചെക്കപ്പ് ചെയ്യാൻ പറയുന്നത്. നിങ്ങൾ ഡോക്ടർ ചെക്കപ്പ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് കൊളസ്ട്രോൾ ഉണ്ടോ, ലിവർ ഫാറ്റ് ഉണ്ടോ, കിഡ്നി പ്രോബ്ലം ഉണ്ടോ എന്ന് പറയാം, ബ്രീത്തിങ് പ്രോബ്ലം ഉണ്ടോ നമുക്കറിയാൻ സാധിക്കും. അപ്പൊ അതാണ് അതിനത്. പിന്നെ ഏതും മേഖലയിലും മരണങ്ങളുണ്ട്. അത് ജിമ്മിൽ പോകണമെന്നില്ല. ജിമ്മിൽ കുഴഞ്ഞു വീടുന്ന വെച്ചാൽ അവർ റെസ്റ്റില്ല വർക്കൗട്ട് ചെയ്യുന്നതുകൊണ്ട് അതും പറയാൻ പറ്റില്ല. കാരണം ഏത് സമയത്തും ആരോഗ്യം ഒരിക്കലും വർക്കൗട്ടിന് ബാധകമല്ല. വണ്ണവും ആരോഗ്യം ഒരിക്കലും കരുത്തല്ല. ആരോഗ്യം എന്ന് പറയുന്നത് വർണ്ണത്തിലോ വല്ല സൈസിലോ അല്ല. ഇന്ന് നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ പുറത്ത് പണിയുന്ന ഓരോ ബംഗാളികളെ നോക്കി ആരോഗ്യമുണ്ടോ, വണ്ണമുണ്ട്. പക്ഷെ അവർ പറയുന്നത് നമ്മളെക്കാൾ ഹെൽത്താണ്. കാരണം നമ്മുടെ ഇപ്പോഴത്തെ പുതുതലമുറ വെയിൽ കൊള്ളുന്നില്ല, അല്ലെങ്കിൽ മണ്ണിൽ കളിക്കുന്നില്ല, അല്ലെങ്കിൽ വ്യായാമങ്ങൾ ചെയ്യുന്നില്ല. ഈ ഫുഡ് പുറത്തുനിന്നുള്ള കെമിക്കൽ ഫുഡ് കയറുന്നതിന്റെ ദോഷങ്ങളാണ് ഇന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മരണത്തിനും അതുപോലെ ക്യാൻസറിനും വരെ കാരണം. നമ്മൾ അർത്ഥം ചിന്തിച്ചാൽ ഒരിക്കലും ഒരു ജിമ്മിൽ വന്നിട്ടല്ല മരണം സംഭവിക്കുന്നത്. എല്ലാ മേലും ഇവിടെ കൊച്ചിയിലെ കണ്ട ഇവിടെ അടുത്തല് ഒരു ക്രിക്കറ്റ് താരം ഗ്രൗണ്ടിൽ കുഴഞ്ഞു മരിക്കുന്നത്. കഴിഞ്ഞ ഓണാഘോഷത്തിന് അവിടെ ഒരു പ്രശ്നം ഈ മരണം എന്ന് പറയാൻ ഒരിക്കലും നമുക്ക് പിടിച്ചെടുത്താൻ പറ്റുന്നില്ല. മരണം ആർക്കും എല്ലാവർക്കും നമുക്കെല്ലാം നമ്മുടെ കൂടെ പുറത്താൻ മരണം ഏത് സമയം എപ്പോഴും ആർക്കും സംഭവിക്കും. പ്രസ് കോൺഫറൻസിൽ വെച്ചിട്ടുണ്ടായിട്ടില്ലേ? അപ്പൊ അതാണ് അതിന്റെ ബേസ്. അല്ലാതെ ഒരിക്കലും മരണം ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഏത് സമയം ആർക്കും എപ്പോഴും മരിക്കും. പക്ഷെ മരിക്കാതിരിക്കുവാനും ആരോഗ്യം ശ്രദ്ധിക്കാനും ഹെൽത്തി ബോഡി ആക്കുക, ഹെൽത്തി ഫുഡ് കഴിക്കുക, നമ്മൾ ബോഡിയെ ബാലൻസ് ചെയ്യുക, മറ്റുള്ള മയക്കുമരുന്ന് മദ്യത്തിൽ നിന്ന് മാരരോഗത്തിന് പിന്തിരിയാൻ വ്യായാമം ഹാഫ് മെഡിസിൻ ആണ്. അതിനോടൊപ്പം തന്നെ നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂടുന്നു, കമാൻഡ് പവർ കൂടുന്നു, ശരീരത്തിനകത്ത് കൊളസ്ട്രോൾ ഫുൾ ബാൻ ചെയ്യുന്നു. അതായത് വ്യായാമം നമ്പർ 1 മെഡിസിൻ. അത് ഓരോ മേഖലയിൽ നിൽക്കുന്നവർ ആ മേഖലയ്ക്കുള്ള വർക്കൗട്ട് ചെയ്യുന്നു, അതിൽ കൂടെ പോപ്പുലർ ആവും. ബോഡി ബിൽഡിംഗ് ജിംനേഷ്യങ്ങളിലൊക്കെ ഇലക്ട്രോണിക് എക്യുപ്മെന്റ്സ് എന്തോ ഒരു സാധനം വെച്ചിട്ടാണ് ഈ മൊത്തം കാര്യങ്ങൾ അവിടെയും അതൊരു ശാസ്ത്രീയമായ രീതിയല്ലാതെ അവിടെയും തെറ്റുപറ്റി. ഇലക്ട്രോണിക് മെഷീൻസ് ഒരു ജിമ്മിൽ അത് പറയാം. ചെക്കപ്പ് ചെയ്യുന്ന കാര്യം അല്ല അതിലെങ്ങനെയാന്ന് വെച്ചാലേ അത് ആ ചെക്കപ്പ് എങ്ങനെയാണെന്ന് ആ ഒരു സിസ്റ്റം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇത്ര കിലോന് ഈ രീതിയില്, ഇത്ര ഹൈറ്റില് ഈ രീതിയിൽ. അതാ സിസ്റ്റം. നമ്മൾ ഇന്ത്യൻ ഓർഗൻസിന് എന്താ സംഭവിക്കുന്നു അല്ലെങ്കിൽ എന്തൊന്നും ആ മെഷീൻ അറിയില്ല. സിസ്റ്റം അങ്ങനെയാണ് ഈ പ്രോട്ടീൻ ഇതൊക്കെ വെച്ചിട്ട് എല്ലാം ഒരു വിഷ്യസ് സർക്കിളാണ്. പക്ഷെ ഇത് നമുക്ക് ഇത് കുറവാണ്, ഇത് കഴിക്കും. അങ്ങനെയാണെങ്കിൽ മദ്യം ഏറ്റവും കൂടുതൽ മോശം. അതെ, ഏറ്റവും കൂടുതൽ മദ്യമാണ് ജനങ്ങൾ കഴിക്കുന്നത്. സ്മോക്കിംഗ് മോശം. ജസ്റ്റിഫിക്കേഷൻ അല്ലല്ലോ. സ്മോക്കിംഗ് മോശം. അതെ, സ്മോക്കിംഗ് അല്ല. ഒന്നാമത്തെ കാര്യം ഈ ഇലക്ട്രോണിക് BMI മെഷീനെ പറ്റിയാണ് പറയുന്നത്. അത് എല്ലാം ചെക്കിങ്. എന്താ വെച്ചാല് ശരിക്കും കൂടുതലും ഇംഗ്ലീഷുകാരുടെ ഹൈറ്റിനും ശാരീരിക അളവുകൾക്ക് അനുസരിച്ചിട്ടുള്ള ഒരു മാനദണ്ഡങ്ങളാണ് അതിൽ ഫിക്സ് ചെയ്തിട്ടുള്ളത്. അവരെപ്പോഴും കൂടുതൽ 6 അടിക്കും അതിന് മുകളിലൊക്കെയുള്ള ഹൈറ്റൊക്കെ ആയിരിക്കും. പക്ഷെ അത് പൂർണ്ണമായിട്ടും നമ്മളുടെ ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ ഏഷ്യൻ ഇതിന് യോജിക്കുന്ന രീതിയിലല്ല അതിന്റെ സിസ്റ്റം എന്നുള്ളത്. പിന്നെ അങ്ങനെ അളവെടുത്തിട്ടോ ഇതായിട്ടോ അത് മിസ്യൂസ് ചെയ്യുന്നതാണ് പലരും. വലിയ വലിയ എന്താ പറയാ ഹൈടെക് ജിമ്മുകള്. അത് ഞങ്ങളുടെ സംഘടന അതിന് വേണ്ടിയിട്ട് ഒരു ബോധവൽക്കരണം ഞങ്ങൾ നടത്താനായിട്ടുള്ള പദ്ധതി ഉണ്ട്. ഞങ്ങൾ ഈ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞാൽ പിന്നെ മാർച്ചിൽ നാഷണൽ ആണ്. കഴിഞ്ഞാല് നമ്മൾ അത്തരം കാര്യങ്ങളെ പറ്റി ഈ നേരത്തെ പറഞ്ഞ മരണങ്ങളെ പറ്റിയിട്ടും പറഞ്ഞല്ലോ. ഈ കോവിഡിന് ശേഷം വളരെയധികം ഇത്തരം സംഭവങ്ങൾ എല്ലാ മേഖലയിലും കൂടിയിട്ടുണ്ട്. കാരണം ഈ കോവിഡ് വന്നതിന് ശേഷം എന്തൊക്കെ തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യാതൊക്കെയാണ് പലരും പോകുന്നത്. അപ്പൊ ഈ പറഞ്ഞ കാര്യം ഇപ്പൊ ജിമ്മ് ഓണർമാരെ നമ്മളൊരു സെമിനാറൊക്കെ കണ്ടക്ട് ചെയ്തിട്ട് ഒരു ക്ലയന്റ് നമുക്ക് വരുമ്പോൾ അവരെ ജസ്റ്റ് കാണുന്ന ആരോഗ്യസ്ഥിതി വെച്ചിട്ടല്ല, മറിച്ച് അവരുടെ ഹെൽത്ത് ചെക്കപ്പ് ചെയ്തതിന് ശേഷം ഇത്തരം കാര്യങ്ങൾ അവർക്ക് ഏത് തരം ട്രെയിനിങ് കൊടുക്കണം എന്നതിനെ പറ്റിയിട്ട് അവയർനെസ് കൊടുക്കാനായിട്ടുള്ള പ്രോഗ്രാം ഇല്ലാതാവുന്ന അൺഹെൽത്തി ആയിട്ടുള്ള രീതിയിലുള്ള വെയിറ്റ് ലോസ് പ്രോഗ്രാമുകൾ പല ജിമ്മിലും ട്രെയിനർമാര് ഞാൻ വലിയൊരു ട്രെയിനറാണ് എന്ന് കാണിക്കാൻ വേണ്ടി ശരിക്കും 2.5 കിലോ ഒക്കെയാണ് മാക്സിമം ഒരു മാസം നമുക്ക് കുറയ്ക്കാൻ പാടുള്ളൂ. ഇത് ഹെൽത്തി വരെ ഇത് എന്താ വെച്ചാല്
അതെന്താന്ന് വെച്ചാൽ ഞാൻ അതായത് വലിയൊരു ട്രെയിനർ ആണെന്ന് കാണിക്കാൻ വേണ്ടിട്ട് അങ്ങനെ വെയിറ്റ് കുറച്ചിട്ട് കാര്യമില്ല. അപ്പൊ തന്നെ ഒരു 2-3 ദിവസം നമ്മൾ ഡയറ്റ് വിട്ട് കഴിഞ്ഞാൽ മാറും. വീണ്ടും തിരിച്ച് പഴയതിലേക്ക് വരും. അതൊരു ആരോഗ്യകരമായിട്ടൊരു കാര്യമല്ല. പിന്നെ 15 കൊല്ലത്തിന് ശേഷമാണ് നമ്മളിവിടെ സ്റ്റേറ്റ് ചാമ്പ്യൻഷിപ്പ് തൃശ്ശൂർ ജില്ലയിൽ കണ്ടക്ട് ചെയ്യുന്നത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇവിടെ 2011 വെച്ചിട്ട് സ്കൂളിലായിരുന്നു. അപ്പോ ആ സമയത്തും പത്രമാധ്യമങ്ങളുടെ നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് നമുക്ക് ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം നല്ല രീതിയിലൊരു വാർത്തകളും ഒക്കെ കൊടുത്ത് ഞങ്ങൾ സഹകരിക്കണം എന്ന് വളരെയധികം വിനയത്തോടുകൂടി അപേക്ഷിക്കാം. മതിയാവും. അത് ഓരോ വേറെ വേറെ കാറ്റഗറികളാണല്ലോ. അപ്പോ അതത് കാറ്റഗറിയിലേക്ക് നമ്മൾ വേർതിരിച്ച് ആ മത്സരം അവിടെ ചെയ്യാൻ പറ്റും. അപ്പോ വേറെ എന്തെങ്കിലും ഞങ്ങക്ക് ഇവിടെ മെയിൽ ഐ ഡി ഉണ്ടാവില്ലേ? അപ്പോ ഇന്ന് വൈകിട്ട് ബോഡി വെയിറ്റ് ചെക്കിങ് രജിസ്ട്രേഷൻ വൈകിട്ട് 7 മണി വരെ. നാളെ കാലത്തുമ്പൊരു മത്സരം. ഫൈനലിൽ വരുമ്പോ ഏകദേശം ഒരു 8 മണിക്കുള്ളിൽ ഫൈനല് എല്ലാത്തിന്റെ റിസൾട്ട് അപ്പൊ തന്നെ നമ്മൾ അതിലേക്ക് അപ്ഡേറ്റ് ചെയ്യാം. ഇപ്പം തന്നെ നമ്മുടെ ഈ കോമ്പറ്റീഷൻ എല്ലാ ജില്ലയും നടത്തിയിട്ടുണ്ടെങ്കിലും ആ ജില്ലയിലെല്ലാം നിങ്ങളുടെ ഫുൾ സഹകരണങ്ങൾ കൊണ്ടാണ് ഞങ്ങൾ പുറത്ത് ഈ നല്ല വ്യായാമത്തെക്കുറിച്ചും ഈ മേഖലയിൽ പുറത്ത് അറിയാൻ സാധിക്കും. നിങ്ങളുടെ കവറേജാണ് ഞങ്ങളുടെ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് ഭയങ്കരമായ വിജയം കിട്ടുന്നത്. വിജയം തന്നെ പിള്ളേർക്ക് പോലും 10 പേരെ അറിയാനുള്ള അവസരം കിട്ടുന്ന പോലും നിങ്ങളിൽ കൂടെ. നമുക്കൊരു ബോഡി ബിൽഡർ വളർന്നാലും സ്പോർട്സ് താരം വളർന്നാലും ആ ജില്ല ഗ്രാമങ്ങൾ ഒതുങ്ങിപ്പോകും. അപ്പോൾ ഇതുപോലുള്ള മേഖലയിൽ കൂടെ അവരെ പുറത്ത് അറിയുവാനും പുറത്തവർക്ക് ജോലിക്കും പല മേഖലകൾക്കും ഭയങ്കര ഉപകാരങ്ങൾ കിട്ടുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ സഹായം ഞങ്ങൾക്ക് എപ്പോഴും എന്നും ഞങ്ങൾക്ക് ഒരുപാട് ആവശ്യമാണ്. ഞങ്ങൾക്ക് തരണം.